ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അസി കോസസ്. ഇന്ന് നമ്മളിവിടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനകത്തെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ എറ്റിക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷനകത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. So please look at the question number 1. Why does the German officer help Spillman and save his life? എന്തുകൊണ്ടാണ് ജർമ്മൻ ഓഫീസർ സ്പിൽമനെ സഹായിച്ചത്, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്? ആൻസർ: ദ ജർമ്മൻ ഓഫീസർ ഡസൻ ലൈക്ക് ദ ക്രൂവൽറ്റീസ് കമ്മിറ്റഡ് ബൈ ഹിസ് കൺട്രി. തൻ്റെ രാജ്യം ചെയ്യുന്ന ക്രൂരതകളിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. ആൻഡ് ഹി ഈസ് മൂവ്ഡ് ബൈ കമ്പാഷൻ ടുവേർഡ്സ് ദ വാർ വിക്ടിംസ്, എസ്പെഷ്യലി ജൂസ്. പ്രധാനമായും ജൂതരോട്, ഈ യുദ്ധത്തിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന ജനങ്ങളോട് അദ്ദേഹത്തിന് സഹാനുഭൂതിയായിരുന്നു. ഹി ഈസ് ഓൾസോ ഇംപ്രസ്ഡ് ബൈ ദ ഗോഡ് ഗിഫ്റ്റഡ് ടാലൻറ്റ് ഓഫ് സ്പിൽമൻ ആസ് എ പിയാനിസ്റ്റ്. മാത്രമല്ല, നമ്മുടെ സ്പിൽമൻ ഒരു പിയാനിസ്റ്റ് ആണ് എന്ന ആ ഒരു കാരണം കൂടെ അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. So he decides to help Spillman and save his life even though he is a Jew. അതുകൊണ്ടാണ് അദ്ദേഹം സ്പിൽമനെ സഹായിക്കാൻ, ഒരു ജൂതനായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായ കാരണം. ഓക്കെ, ഹിയർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് സ്പിൽമൻ മെയിൻറ്റെയിൻ ഹോപ്പ് ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്സ് ആൻഡ് ഡേഞ്ചർ? അപകടാവസ്ഥയിലും അത്രയും ദുരിതം പിടിച്ച ആ ഒരു സമയത്ത് പോലും എങ്ങനെയാണ് സ്പിൽമൻ പ്രതീക്ഷ നിലനിർത്തിയത് എന്ന ചോദ്യമാണ്. ആൻസർ: സ്പിൽമൻ വാസ് എ പിയാനിസ്റ്റ് ഓൺ പോളിഷ് റേഡിയോ ബിഫോർ ദ വാർ ആൻഡ് ഹി ഹോപ്സ് ടു റിട്ടേൺ വൺസ് ദ വാർ എൻഡ്സ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ സ്പിൽമൻ പോളിഷ് റേഡിയോക്കകത്തായിരുന്നു. മാത്രമല്ല, യുദ്ധം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പോളിഷ് റേഡിയോയിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ്. ഇൻ അഡീഷൻ ടു ഹിസ് പാഷൻ ഫോർ പിയാനോ മ്യൂസിക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷന് പുറമെ, ദ ജർമ്മൻ ഓഫീസേഴ്സ് ഹ്യൂമൻനെസ്, സപ്പോർട്ട് ആൻഡ് എൻകറേജിംഗ് വേർഡ്സ് ഹെൽപ്പ് സ്പിൽമൻ റിമെയിൻ ഹോപ്പ്ഫുൾ ഫോർ എ ലിബറേറ്റഡ് വാസ ഈവൻ വൈൽ എൻഡ്യൂറിംഗ് എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് ഡേഞ്ചർ. അത്രയും മോശപ്പെട്ട അവസ്ഥയിലും അപകടാവസ്ഥയിലും ആ ഒരു പ്രതീക്ഷ, സ്വതന്ത്രമായ വാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടെ അദ്ദേഹം കാത്തിരുന്നു എന്നാണെങ്കിൽ, അതിന് ആ ഒരു പിയാനോ മ്യൂസിക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ പാഷൻ മാത്രമല്ല, ആ ജർമ്മൻ ഓഫീസറുടെ ആ ഒരു മനുഷ്യത്വം, ആളുടെ സപ്പോർട്ട്, ആളുടെ ആ ഒരു മോട്ടിവേഷൻ, ഇതെല്ലാം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. വൈ വാസ് സ്പിൽമൻ അഫ്രൈഡ് ഓഫ് ബീയിങ് കിൽഡ് ബൈ പോളിഷ് സോൾജേഴ്സ് ഇൻ ഹിസ് ഓൺ കൺട്രിമെൻ? എന്തുകൊണ്ടാണ് സ്പിൽമൻ തൻ്റെ രാജ്യത്തെ പട്ടാളക്കാർ തന്നെ കൊല്ലുന്നതിന് ഭയപ്പെട്ടത്? ആൻസർ: ഓൺ ഹിയറിംഗ് ദ റേഡിയോ അനൗൺസ്മെൻറ്റ് അബൌട്ട് ദ ലിബറേഷൻ ഓഫ് വാഴ്സയുടെ സ്വാതന്ത്ര്യത്തെ ചൊല്ലിയുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട ഉടനെ, ആൻഡ് ദ വിഡ്രോവൽ ഓഫ് ജർമ്മൻ ആർമിയുടെ പിൻവാങ്ങലും, സ്പിൽമൻ വാണ്ടഡ് ടു സീ ഇറ്റ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹി വെഞ്ചർഡ് ഔട്ട്. ആ കാര്യം ശരിക്ക് കാണാൻ വേണ്ടി തന്നെ അദ്ദേഹം ആ ഒരു ബിൽഡിങ്ങിന് പുറത്തിറങ്ങുന്നു. ഹി വാസ് വെയറിംഗ് എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട്. അദ്ദേഹം ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു, which the German officer had given him to keep himself from freezing in the extreme winter. ആ ഒരു വിൻ്റർ സീസണകത്ത് തണുപ്പിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഒരു ജർമ്മൻ ഓഫീസർ നൽകിയതായിരുന്നു അദ്ദേഹത്തിന് ആ ഒരു മിലിറ്ററി കോട്ട്. When a woman and other police soldiers saw him in the German military overcoat, ആ ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ടിനകത്ത് അദ്ദേഹത്തെ ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു പോളിഷ് സോൾജറും കാണുന്ന സമയത്ത്, ദേ മിസ്റ്റേക്ക് ഹിം ഫോർ എ ജർമ്മൻ സോൾജർ. അദ്ദേഹം ഒരു ജർമ്മൻ സോൾജറാണ് എന്നവർ തെറ്റിദ്ധരിക്കുന്നു. ആൻഡ് എ പോളിഷ് ഗാർഡ് ഓൾമോസ്റ്റ് ഷോട്ട് ഹിം. ഒരു പോളിഷ് ഗാർഡ് അദ്ദേഹത്തെ ഷോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ ദാറ്റ് അബ്സർഡ് സിറ്റുവേഷൻ, ആ ഒരു അബ്സേർഡായ സിറ്റുവേഷനിലാണ്, ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷമെങ്കിലും, ഹി വാസ് അഫ്രൈഡ് ഓഫ് ബീങ് കിൽഡ് ബൈ ഹിസ് ഓൺ കൺട്രീസ് ആർമി. തൻ്റെ രാജ്യത്തെ പട്ടാളക്കാരാൽ തന്നെ താൻ കൊല ചെയ്യപ്പെടുന്നതിനെ ഭയക്കുന്നത്, വിത്തൗട്ട് ബീങ് റെക്കഗ്നൈസ് ഹിസ് റിയൽ ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആ ഒരു വ്യക്തിത്വം തിരിച്ചറിയാതെ അവർ തന്നെ കൊല്ലുമോ എന്നൊരു ഭയം
അദ്ദേഹത്തിനുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ ഡു ലക്ക്, ചാൻസ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്നസ് ഹെൽപ്പ് സ്പിൽമൻ ടു സർവൈവ്? എങ്ങനെയാണ് ലക്ക്, ചാൻസ്, ഹ്യൂമൻ കൈൻഡ്നസ്, ആ ഒരു സഹാനുഭൂതി അദ്ദേഹത്തെ സ്പിൽമനെ സർവൈവ് ചെയ്യാൻ സഹായിച്ചത്? ആൻസർ: all these factors, luck, chance and human kindness helped സ്പിൽമൻ. ഈ 3 ഫാക്ടേഴ്സും സ്പിൽമനെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. വൺസ് ഇൻ ഹിസ് നിയർലി 6-year long hiding during World War II, രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ 6 വർഷത്തോളമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈഡിങ്ങിനിടയിൽ, ആ ഒരു ഒളിച്ചു നിൽക്കുന്നതിനിടയിൽ, ഹി വാസ് ഡിസ്കവേർഡ് ബൈ എ ജർമ്മൻ ഓഫീസർ. അദ്ദേഹത്തെ ഒരു ജർമ്മൻ ഓഫീസർ കണ്ടെത്തുന്നു. ദിസ് എൻകൗണ്ടർ ബിറ്റ്വീൻ എ നാസി ജർമ്മൻ സോൾജിയർ ആൻഡ് എ പോളിഷ് ജൂ ഷുഡ് ഹാവ് മാർക്ക്ഡ് എ ട്രാജിക് എൻഡ് ഫോർ സ്പിൽമൻ. ശരിക്കും ഒരു പോളിഷ് സോൾജറും ഒരു ജൂതനായ സ്പിൽമനും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടൽ ആ സ്പിൽമനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാജിക് എൻഡിന് കാരണമായേക്കായിരുന്നു. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. പക്ഷേ ശരിക്കും അതൊരു അനുഗ്രഹമായിട്ടാണ് അവിടെ മാറുന്നതെന്നുള്ളതാണ്. ദ കൈൻഡ് ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് ഹിം ഹൈഡ് സീക്രറ്റ്ലി ആൻഡ് സെക്യൂർലി ഇൻ എ ലോഫ്റ്റ്. ഈ സ്പിൽമന് ഒളിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷിതമായ, രഹസ്യമായ ഒരു ലോഫ്റ്റ് കാണിച്ചു കൊടുക്കുന്നത് തന്നെ അദ്ദേഹമാണ്. And he also provided Spillman with enough food and clothing, giving him a German military overcoat and an eiderdown to survive the extreme winter. മാത്രമല്ല, സ്പിൽമന് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട്, ഒരു ഐഡർഡൗൺ, ആവശ്യത്തിന് മാത്രം ഭക്ഷണം, വസ്ത്രം, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഫൈനലി, ലക്ക് അലോൺ സേവ്ഡ് ഹിസ് ലൈഫ് വെൻ ഹി വാസ് മിസ്റ്റേക്കൺ ഫോർ എ ജർമ്മൻ സോൾജിയർ ബൈ പോളിഷ് സോൾജിയേഴ്സ് ആൻഡ് ദ ഷോട്ട് അറ്റ് ഹിം. ഒരു ജർമ്മൻ സോൾജറാണ് എന്ന് കരുതി പോളിഷ് സോൾജേഴ്സ് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം രക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാം. അതർവൈസ് ഹി മൈറ്റ് ഹാവ് ഫേസ് ദ അബ്സർഡ് ഫേറ്റ് ഓഫ് ബീങ് കിൽഡ് ബൈ ഹിസ് ഓൺ കൺട്രീസ് ആർമി ഓൺ ദ വെരി വേർജ് ഓഫ് ഫാസ്റ്റസ്റ്റ് ഫ്രീഡം. ആ ഒരു ഭാഗ്യമില്ലായിരുന്നു എന്നാണെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വക്കിൽ വെച്ച്, സ്വാതന്ത്ര്യം കിട്ടാനായിരുന്ന ആ ഒരു സമയം വെച്ച് തൻ്റെ രാജ്യത്തിൻ്റെ പട്ടാളക്കാരാൽ തന്നെ കൊല ചെയ്യപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാസ് ഇറ്റ് റിസ്കി ഫോർ ദ ജർമ്മൻ ഓഫീസർ ടു ഹെൽപ്പ് സ്പിൽമൻ? ജർമ്മൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം സ്പിൽമനെ സഹായിക്കുക എന്ന് പറയുന്നത് റിസ്ക് ആയിരുന്നോ എന്നൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? ആൻസർ: യെസ്, ഇറ്റ് വാസ് വെരി റിസ്കി ഫോർ ദ ജർമ്മൻ ഓഫീസർ ടു ഹെൽപ്പ് സ്പിൽമൻ. ജർമ്മൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം സ്പിൽമനെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു റിസ്കി ടാസ്ക് തന്നെയാണ്. ബിക്കോസ് ഹെൽപ്പിംഗ് എ ജൂ വാസ് സ്ട്രിക്ട്ലി ഫോർബിഡൻ ബൈ ദ നാസി ജർമ്മൻ ആർമി. ആ സമയത്ത് നാസി ജർമ്മനായി വളരെ കർശനമായി നിരോധിച്ച ഒരു കാര്യമായിരുന്നു ജൂതരെ സഹായിക്കുക എന്ന് പറയുന്നത്. ഇറ്റ് വാസ് കൺസിഡേർഡ് എ വയലേഷൻ ഓഫ് ദിയർ ഡിക്ലെയർഡ് പോളിസി. അവരുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരായിരുന്നു ഈ ഒരു ജൂതന്മാരെ സഹായിക്കുക എന്ന് പറയുന്നത്. ആൻഡ് ആൻ ഒഫൻസ് ഓഫൺ പണിഷബിൾ ബൈ ഡെത്ത്. ചിലപ്പോൾ മരണം വരെ ശിക്ഷ കിട്ടിയേക്കാവുന്ന ഒരു കുറ്റവും കൂടെയായിരുന്നു അത് എന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ സ്പിൽമൻസ് മെമ്മോർ classified as a survivor testimony? How, in your opinion, does survivor testimony enrich history and literature and enhance our understanding of the world? എന്തുകൊണ്ടാണ് സ്പിൽമൻ്റെ മെമ്മോർ സർവൈവർ ടെസ്റ്റിമണി എന്ന് പറയുന്ന, അതിജീവനത്തിൻ്റെ സാക്ഷ്യപത്രം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള അതിജീവനത്തിൻ്റെ സാക്ഷ്യപത്രങ്ങൾ, സർവൈവർ ടെസ്റ്റിമണികൾ നമ്മുടെ സാഹിത്യത്തെയും നമ്മുടെ ചരിത്രത്തെയും അതുപോലെ തന്നെ ഈ ലോകത്തെക്കുറിച്ചുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയൊക്കെ അത് എൻഹാൻസ് ചെയ്യുന്നത്, സഹായിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. So here the answer. Spillman's memoir is not a work of fiction but a powerful real account of enduring unimaginable hardship and surviving on the edge of life and death. സ്പിൽമൻ്റെ ഈ ഒരു മെമ്മോർ ഒരിക്കലും ഇതൊരു കെട്ടുകഥയല്ല, ഒരു ഫിക്ഷൻ അല്ല, മറിച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് അക്കൗണ്ടാണ് എന്ന കാര്യം പറയുന്നുണ്ട്. അതായത് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ അദ്ദേഹം എങ്ങനെ തൻ്റെ ജീവൻ നിലനിർത്താൻ സ്ട്രഗിൾ ചെയ്തു എന്നതിനെക്കുറിച്ച് കാണിക്കുന്ന ഒരു റിയൽ ലൈഫ് അക്കൗണ്ടാണ് ഈ ഒരു വർക്ക് എന്ന് പറയുകയാണ്.
സച്ച് ടെസ്റ്റിമണീസ് ബ്രിങ് ഹിസ്റ്ററി ടു ലൈഫ്. ഇതുപോലെയുള്ള സാക്ഷ്യപത്രങ്ങളാണ് ചരിത്രത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആഡിങ് ഇമോഷണൽ ഡെപ്ത് ആൻഡ് പ്രിസർവിങ് ഇറ്റ്സ് ട്രൂത്ത്. ആ ഒരു സത്യാവസ്ഥയെ പ്രിസർവ് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്, അതുപോലെ അതിൻ്റെ ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വർക്കുകളാണ് എന്ന് പറയുന്നുണ്ട്. സർവൈവർ ടെസ്റ്റിമണീസ് ലൈക്ക് സ്പിൽമൻസ് ഹെൽപ്പ് ഫ്യൂച്ചർ ജനറേഷൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ കോഴ്സ് ഓഫ് വാർ മെഷേർഡ് ഇൻ ദ ലീവ്സ് ഓഫ് മില്യൺസ്. ഈ സർവൈവർ ടെസ്റ്റിമണിയെ പോലെയുള്ള വർക്കുകൾ യുവതലമുറയെ ഈ യുദ്ധത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ അവരെ സഹായിക്കും. ഹെർ സ്റ്റോറി ടീച്ചേഴ്സ് ടൈംലെസ് ലെസൺസ് ഇൻ കമ്പാഷൻ, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ നമ്മളെ സഹാനുഭൂതിയുടെ, പരസ്പര വിശ്വാസത്തിൻ്റെ, ഒരു മനുഷ്യത്വത്തിൻ്റെയൊക്കെ വാല്യൂ നമ്മളെ പഠിപ്പിക്കുന്നു. അറ്റ് ബ്രോഡൻസ് അവർ സെൻസ് ഓഫ് ഷെയർഡ് ഹ്യൂമാനിറ്റി. ആ ഒരു മനുഷ്യത്വം വളർത്തുക എന്നുള്ള ആ ഒരു മെസ്സേജും കൂടെ, അതിനെയും കൂടെ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റിമൈൻഡിങ് അസ് ഓഫ് ദ യൂണിറ്റി ദാറ്റ് പാസസ് ബിയോണ്ട് ഓൾ ഡിഫറൻസസ്. Question number 7. In the entry to this passage, you would have come across the expression en masse. What do you think it means in the context? En masse എന്നുള്ള ഈ ഒരു എക്സ്പ്രഷന് എന്തായിരിക്കും ഇവിടെ അർത്ഥം എന്നുള്ളതാണ്. In the context, the expression en masse means collectively or all together as a group. ഒരു കൂട്ടമായി അല്ലെങ്കിൽ കൂട്ടത്തോടെ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് en masse. The expression refers to the tragic killing of large numbers of Jews in gas chambers during World War II. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് മില്യൺ കണക്കിന് ആളുകളെയാണ് ഗ്യാസ് ചാമ്പേഴ്സിൽ വച്ച് എന്ത് ചെയ്യുന്നത്, കൊല ചെയ്യപ്പെടുന്നത്. ആ ഒരു ട്രാജിക് കില്ലിങ്ങിനെയാണ്, കൂട്ടമായിട്ടുള്ള ആ ഒരു കൊലപാതകത്തെയാണ് ഇവിടെ en masse എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8th one. Does the expression en masse remind you of a similar phrase you came across in class 9? 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഫ്രേസുമായിട്ട് ഒരു സിമിലാരിറ്റി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യെസ്, ഐ റിമെമ്പർ എ സിമിലർ എക്സ്പ്രഷൻ ഇൻ ക്ലാസ് 9 ഇംഗ്ലീഷ് ലെസൺ, എ ഷീൽഡ് ഓഫ് കറേജ്. 9ാം ക്ലാസ്സിലെ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് ഒരു സിമിലർ എക്സ്പ്രഷൻ നമുക്ക് കാണാവുന്നതാണ്. ദ എക്സ്പ്രഷൻ ഇസ് എൻ റൂട്ട് വിച്ച് മീൻസ് ഓൺ ദ വേ. ഇവിടെ എൻ റൂട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺ ദ വേ എന്ന അർത്ഥത്തിലാണ്. സോ ദർ ഇസ് എ ലൈൻ, ദ ഫ്ലൈറ്റ് വാസ് എൻ റൂട്ട് ഫ്രം മുംബൈ ഇന്ത്യ ടു ന്യൂയോർക്ക് സിറ്റി. ആ ഒരു ഫ്ലൈറ്റ് ഇന്ത്യയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള വഴിയിലായിരുന്നു. ഓൺ ദ വേ എന്നർത്ഥം വരുന്നതാണ് എൻ റൂട്ട്. ആൻഡ് ദ 9th question, how are these expressions different from other commonly used phrases in English? ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന മറ്റ് ഫ്രേസുകളിൽ നിന്നും എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാകുന്നത് എന്നതാണ് ചോദ്യം. The expressions en masse and route are borrowed from French and are often used in formal and literary English. ശരിക്കും ബോറോഡ് വേർഡ്സ് ആണ് en route and en masse എന്നൊക്കെ പറയുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് കടമെടുത്തിട്ടുള്ള വാക്കുകളാണ് en masse and en route. ദോ ഫ്രഞ്ച് ഒറിജിൻ ദ കീപ് ദിയർ ഫോറിൻ ഫോം ഇൻ ഇംഗ്ലീഷ്. ഫ്രഞ്ച് ഒറിജിൻ ആണെങ്കിൽ പോലും അതേപടി തന്നെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത്, ഫോമൽ ഇംഗ്ലീഷിനകത്തൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് പ്രധാനമായും നമ്മളോട് യുദ്ധവിരുദ്ധ സ്ലോഗൻസ്, കോട്ട്സ്, പിക്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളോട് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് തന്നെ, ആ ഒരു വാൾ ഓഫ് ഹോപ്പിനകത്ത് തന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ചൂസ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, ബിൽഡ് എ ഫ്യൂച്ചർ ഓഫ് ഹോപ്പ്. അതുപോലെ സമാനമായ മറ്റ് കോട്ടുകൾ, സ്ലോഗൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നമുക്കവിടെ പറയാം, സേ നോ ടു വാർ, യെസ് ടു പീസ്. യുദ്ധത്തോട് നോ പറയുക, സമാധാനത്തോട് യെസ് പറയുക. ആൻഡ് വാർ കിൽസ് നോട്ട് ഹിൽസ്. യുദ്ധം മനുഷ്യരെ കൊല്ലേയുള്ളൂ, ഒരിക്കലും ഭേദപ്പെടുത്തൂല. ബിയോണ്ട് ദ ബാറ്റിൽ ഫീൽഡ്, ട്രോമാസ് എവർ ലാസ്റ്റിംഗ് ഗ്രിപ്പ്. ഓരോ യുദ്ധക്കളങ്ങൾക്കും അപ്പുറം യാതനകളും ബുദ്ധിമുട്ടുകളും, തീരാത്ത യാതനകളും ബുദ്ധിമുട്ടുകളുമാണ്. വാർ ഈസ് നെവർ എ സൊല്യൂഷൻ. അതുപോലെ സിനണിമസ് ആയിട്ടുള്ള സ്ലോഗൻസ്, കോട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കളക്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് പിക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ,
സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആക്ടിവിറ്റി. അടുത്തതായി ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ മെംവ. മെംവക്കകത്തുള്ള ഈ ഒരു എക്സെപ്റ്റ് വായിച്ചിട്ട് നമ്മളോടൊരു റേഡിയോ പോഡ്കാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റേഡിയോ പോഡ്കാസ്റ്റാണ് ഇനി നമ്മളിവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് റേഡിയോ പോഡ്കാസ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വരെ ഹൈസ്കൂൾ ലെവലിലൊന്നും ചോദിക്കാത്തൊരു ഡിസ്കോഴ്സ് ആയിരുന്നു റേഡിയോ പോഡ്കാസ്റ്റ്. പക്ഷേ ഇത്തവണ റേഡിയോ പോഡ്കാസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഹിയർ യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ സർവൈവിങ് ദ വാർ, സ്പിൽമൻ ഈസ് ബാക്ക് അറ്റ് പോളിഷ് റേഡിയോ അഗെയിൻ. നിങ്ങൾ വിചാരിക്കുക, ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സ്പിൽമൻ പോളിഷ് റേഡിയോയിലേക്ക് തന്നെ തിരികെ എത്തുന്നു. ഇമാജിൻ യു ആർ എ പോഡ്കാസ്റ്റർ. നിങ്ങളൊരു പോഡ്കാസ്റ്റർ ആണ് എന്ന് കരുതുക. റേഡിയോ പോഡ്കാസ്റ്റ് ചെയ്യുന്നയാളെയാണ് പോഡ്കാസ്റ്റർ എന്ന് പറയാം. ആൻഡ് സ്പിൽമൻ അഗ്രീസ് ടു ഡു എ പോഡ്കാസ്റ്റ് എപ്പിസോഡ് വിത്ത് യു. നിങ്ങളുമായി ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്യാൻ സ്പിൽമൻ റെഡിയാകുന്നു. ടേക്കിംഗ് ക്യൂസ് ഫ്രം ദി എക്സെപ്റ്റ്, പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ റേഡിയോ പോഡ്കാസ്റ്റ്. ഈ എക്സെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളോടൊരു റേഡിയോ പോഡ്കാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിനകത്ത് നമ്മൾ ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. ഓക്കെ, പോഡ്കാസ്റ്റ് ടൈറ്റിൽ ദ ലാസ്റ്റ് ഫേവൽ, അങ്ങനെ ഒരു പേര് നമുക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഈ വായിച്ച ഈ ഒരു എക്സെപ്റ്റിനകത്തെ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മളൊരു ടൈറ്റിൽ കൊടുത്തു, ദ ലാസ്റ്റ് ഫേവൽ, ആൻഡ് ബ്രാക്കറ്റിനകത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് എ ജനറൽ പീസ് ഓഫ് പിയാനോ മ്യൂസിക് ക്യാൻ ബി പ്ലേഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൃദുവായ രീതിയിലുള്ള ഒരു പിയാനോ മ്യൂസിക്കിൻ്റെ ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ മൈക്ക്. ഇവിടെ നമ്മൾ ഹോസ്റ്റിന്, ഈ പോഡ്കാസ്റ്ററായിട്ടുള്ള പോഡ്കാസ്റ്റ് ചെയ്യുന്നയാൾക്ക് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. മൈക്ക് എന്നാണ് പേര് കൊടുത്തേട്ടോ. ഇൻ എ കാം ആൻഡ് വാം ടോൺ. മൈക്ക് വളരെ കാമായ ഒരു ടോണിലാണ് സംസാരിക്കുന്നത്. വെൽക്കം ടു എ ന്യൂ പോഡ്കാസ്റ്റ് എപ്പിസോഡ് ദ ലാസ്റ്റ് ഫേവൽ. എല്ലാവർക്കും ദ ലാസ്റ്റ് ഫേവൽ എന്ന് പറയുന്നൊരു പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വി ബ്രിങ് യു സ്റ്റോറീസ് ഓഫ് റെസിലിയൻസ്, ഹ്യൂമാനിറ്റി ആൻഡ് ഹോപ്പ്. ഇവിടെ നമ്മൾ റെസിലിയൻസിൻ്റെയും ഹ്യൂമാനിറ്റിയുടെയും പ്രതീക്ഷയുടെ, മനുഷ്യത്വത്തിൻ്റെ, ഉൾക്കരുത്തിൻ്റെയൊക്കെ കഥകളാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിനകത്ത് കൊണ്ടുവരുന്നത്. ഐ എം മൈക്ക്, യുവർ ഹോസ്റ്റ്. ഞാൻ മൈക്ക്, നിങ്ങളുടെ ഹോസ്റ്റ്. ആൻഡ് ടുഡേ I feel I'm honored to speak with someone whose music and life have endured unimaginable trials and survived. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയും അതിനെയെല്ലാം അതിജീവിച്ച ഒരാളുടെ, ഒരു മ്യൂസിക്കിനെയൊക്കെ വളരെയധികം സ്നേഹിച്ച, മ്യൂസിക് കൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ച ഒരാളുമായിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ്. ലെറ്റ്സ് വെൽക്കം വാഡിസ്ലാവ് സ്പിൽമൻ, ദ പിയാനിസ്റ്റ്, കമ്പോസർ ആൻഡ് above all a survivor of genocide during World War II. ഇവിടെ നമ്മുടെ വാഡിസ്ലാവ് സ്പിൽമനെ ഒന്ന് വെൽക്കം ചെയ്യുന്നു. പിയാനിസ്റ്റായ, കമ്പോസറായ, അതിലെല്ലാറ്റിലും ഉപരി രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വംശഹത്യയിൽ നിന്നും അതിജീവിച്ച അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയാണ്. മിസ്റ്റർ സ്പിൽമൻ, വെൽക്കം ബാക്ക് ടു പോളിഷ് റേഡിയോ. സ്പിൽമനെ ആ ഒരു പോളിഷ് റേഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ സ്പിൽമൻ ഒരു ജനറലായ ടോണിൽ തന്നെ, താങ്ക് യു മിസ്റ്റർ മൈക്ക്, ഇറ്റ്സ് ഗുഡ് ടു ബി ബാക്ക് അറ്റ് പോളിഷ് റേഡിയോ അഗെയിൻ ജസ്റ്റ് ആസ് ഐ ഹാഡ് വൺസ് ഹോപ്ഡ്. ഞാനൊരിക്കൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണ്ടും പോളിഷ് റേഡിയോയിലേക്ക് വരാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. മൈക്ക് പറയുന്നു, മിസ്റ്റർ സ്പിൽമൻ, വി ആർ ഓണർഡ് ടു ഹാവ് യു. നിങ്ങളെ കിട്ടിയതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഐ ലൈക്ക് ടു ബിഗിൻ വിത്ത് എ മൊമെൻറ്റ് ഫ്രം യുവർ മെംവ. നിങ്ങളുടെ മെംവക്കകത്ത് നിന്ന് തന്നെ ഒരു കണ്ടന്റ് എടുത്ത് അതുമായി ഞാൻ തുടങ്ങാം എന്ന് പറയുകയാണ്. ഇറ്റ് വാസ് ഓൺ 12 ഡിസംബർ 1944. 1944 ഡിസംബർ 12, യു ബിഡ് ഫെയർവെൽ ടു ദ ജർമ്മൻ ഓഫീസർ ഹു ഹെൽപ്പ് യു സർവൈവ്. നിങ്ങളെ അതിജീവിക്കാൻ സഹായിച്ച ആ ഒരു ജർമ്മൻ ഓഫീസറോട് നിങ്ങൾ ബൈ പറയുന്നു. കുഡ് യു ടേക്ക് us ബാക്ക് ടു ദാറ്റ് മൊമെൻറ്റ്? ആ ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു നിമിഷത്തെക്കുറിച്ച് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പിൽമൻ പറയുന്നു, യെസ്, ഇറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഐ സോ ഹിം. അദ്ദേഹത്തെ അവസാനമായി കണ്ടത് ഞാൻ ആ സമയത്താണ്. ഹി കെയിം വിത്ത് മോർ സപ്ലൈ ഓഫ് ഫുഡ് ദാൻ യൂഷ്വൽ. സാധാരണ കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ ഫുഡും കൊണ്ടാണ് അദ്ദേഹം അന്ന് വന്നത്. ആൻഡ് എ വാം എഡഡ് ഓൺ.
മാത്രമല്ല ഒരു ഐഡ് ഡൗൺ, ഒരു ബെഡ് കവർ കൂടെ അദ്ദേഹം കൊണ്ടുവരുന്നു. ഹി ടോൾ മീ ഹി വാസ് ലിവിങ് വാസ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. ഞാൻ എൻ്റെ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെ വാഴ്സ വിടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ബട്ട് ബിഫോർ ഹി ലെഫ്റ്റ്, പക്ഷേ അദ്ദേഹം പോകുന്നതിന് മുന്നേ, ഹി ടോൾ മീ നോട്ട് ടു ലൂസ് ഹാർട്ട്, പ്രതീക്ഷ കൈവിടരുത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആൻഡ് ടു ഹോൾഡ് ഓൺ വിത്ത് ഹോപ്പ്, പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആസ് ദ വാർ വുഡ് സൂൺ എൻഡ്, ഐ മീൻ യുദ്ധം വൈകാതെ തന്നെ അവസാനിക്കും. ദെൻ ഐ ആസ്ക്ഡ് ഹിം ഹൗ ഐ വുഡ് സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റ്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, ഞാൻ എങ്ങനെ ഈ സ്ട്രീറ്റ് ഫൈറ്റിനെ സർവൈവ് ചെയ്യും. ആൻഡ് ഹി റിപ്ലൈഡ്, ഇഫ് വി ഹാഡ് സർവൈവ്ഡ് ദ ഇൻഫെർനോ ഫോർ മോർ ദാൻ 5 years ഇറ്റ് വാസ് ഗോഡ്സ് വിൽ ദാറ്റ് വി വുഡ് അലൈവ്. 5 വർഷത്തിലധികമായി ഞാനും നിങ്ങളും ഈ ഒരു ഹെലിഷ് പ്ലേസിനകത്ത്, ഈ ഒരു നരകയാതനയെ നമ്മൾ അതിജീവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയമാണ്. ദൈവ തീരുമാനമുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും എന്ന് പറയുന്നു. അപ്പോൾ മൈക്ക്, ഇൻ ദാറ്റ് മൊമെൻറ്റ് യു ഹാഡ് ഓൾസോ ബിഡ് ഹിം ഗുഡ് ബൈ. അവിടെ സ്പെല്ലിംഗ് ബിഡ് എന്നാണ്, BID. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോട് ഗുഡ് ബൈ പറഞ്ഞു. ബട്ട് സംതിങ് കമ്പൽ യു ടു സ്റ്റോപ്പ് ഹിം. പക്ഷേ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാൻ എന്തൊക്കെയോ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഡിഡൻറ്റ് ഇറ്റ്? അങ്ങനെയല്ലേ? വാട്ട് മെയ്ഡ് യു സ്പീക്ക് അഗെയിൻ? എന്താണ് നിങ്ങളെ വീണ്ടും സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്? സ്പിൽമൻ പറയുന്നു, വെൻ വി വർ വേവിംഗ് ദ ലാസ്റ്റ് ഗുഡ് ബൈ ഈച്ച് അതർ ഇറ്റ് സ്ട്രക്ക് മീ ഐ ഹാഡ് നെവർ ടോൾ ഹിം മൈ നെയിം ആൻഡ് ഹി ഹാഡ് ഇൻ ആസ്ക് മീ ടു. അദ്ദേഹത്തോട് വിട പറയുന്ന ആ ഒരു സമയത്താണ് ഞാൻ അദ്ദേഹം എൻ്റെ പേര് ചോദിച്ചിട്ടില്ല, ഞാൻ എൻ്റെ പേര് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഞാൻ ഓർക്കുന്നത്. ബട്ട് ഐ തോട്ട്, ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, വാട്ട് ഇഫ് ഐ ലിവ്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ആൻഡ് ഹി നീഡ്സ് ഹെൽപ്പ് സം ഡേ, അദ്ദേഹത്തിന് എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമായി വന്നാൽ, സോ ഐ സേ ടു ഹിം റിമെമ്പർ മൈ നെയിം സ്പിൽമൻ പോളിഷ് റേഡിയോ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എൻ്റെ പേര് ഓർക്കുക, സ്പിൽമൻ പോളിഷ് റേഡിയോയിൽ നിന്നുള്ള. മൈക്ക് അപ്പോൾ പറയുന്നു, വാഡിസ്ലാവ് സ്പിൽമൻ സ്റ്റോറി as നോട്ട് മിയർലി എ സർവൈവൽ സ്റ്റോറി. വാഡിസ്ലാവ് സ്പിൽമൻ്റെ കഥ ഒരു അതിജീവനത്തിൻ്റെ കഥ മാത്രമല്ല, ഇറ്റ് ഈസ് എ ടെസ്റ്റമെൻറ്റ് ടു ദ ക്വൈറ്റ് സ്ട്രെങ്ത് ഓഫ് കൈൻഡ്നെസ്, ഹ്യൂമൻ സ്പിരിറ്റ്, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ദ എനർജൈസിങ് പവർ ഓഫ് മ്യൂസിക്. ഈ ഒരു കഥ എന്ന് പറയുന്നത് സഹാനുഭൂതിയുടെയും ഹ്യൂമൻ സ്പിരിറ്റിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഈ മ്യൂസിക്കിൻ്റെ പവറിനെയൊക്കെ കാണിക്കുന്ന ഒരു കണ്ടൻ്റാണ് എന്ന് പറയുന്നുണ്ട്. ഈവൻ ദ സ്മോളസ്റ്റ് ആക്ട്സ് ഓഫ് ഹ്യൂമാനിറ്റി ക്യാൻ ബിൽഡ് ബ്രിഡ്ജസ് ഓഫ് ഹ്യൂമൻ ബോൺസ് ദാറ്റ് ലാസ്റ്റ് എ ലൈഫ് ടൈം. കാലാകാലം നിലനിൽക്കുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾക്ക് നമ്മുടെ ചെറിയ സഹായങ്ങൾ കാരണമാകും എന്നിവിടെ പറയുന്നു. താങ്ക് യു മിസ്റ്റർ സ്പിൽമൻ ഫോർ ഷെയറിങ് യുവർ വോയ്സ് വിത്ത് അസ് ടുഡേ. അവസാനമായി അദ്ദേഹത്തോട് നന്ദി പറയുന്നു. താങ്ക് യു മിസ്റ്റർ സ്പിൽമൻ, ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചതിന് നന്ദി. സ്പിൽമൻ പറയുന്നു, താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് ഫോർ യുവർ ടൈം ടു. എന്നെ ശ്രവിച്ചതിന്, നിങ്ങളുടെ സമയത്തിന് നന്ദി എന്ന് അദ്ദേഹം പറയുന്നു. ഈ സമയത്ത് മൈക്ക് വീണ്ടും അവിടെ വോയിസ് ഓവർ കൊടുക്കുകയാണ്. യു ഹാവ് ബീൻ ലിസ്ണിംഗ് ടു ദ ലാസ്റ്റ് വേവൽ, എ സ്റ്റോറി ഓഫ് കമ്പാഷൻ അറ്റ് വാർ ഫ്രണ്ട്. ഷെയർ ആൻഡ് സ്റ്റേ വിത്ത് us for more real life stories of this kind. Until next time, may we remember and may we never forget. This is Mike signing off and goodbye. ഞാൻ മൈക്ക് സൈനിങ് ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഡിയോ പോഡ്കാസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു റേഡിയോ പോഡ്കാസ്റ്റിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. ഒരു റേഡിയോ പോഡ്കാസ്റ്റിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഹോസ്റ്റും ഗസ്റ്റും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, അവസാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനും കൂടെ വരും. നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു എക്സാമ്പിളാണത്. ഓക്കെ, ഇനി നമ്മൾ ഒരു സെക്കൻഡ് മോഡൽ, ഒരു പോഡ്കാസ്റ്റിനുള്ള വേറെ ഒരു മോഡലും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ തരുന്നുണ്ട്. എപ്പിസോഡ് ടൈറ്റിൽ സർവൈവിങ് ദ പാസ്റ്റ്, ദ സ്റ്റോറി ഓഫ് എ പിയാനിസ്റ്റ്. ആദ്യം ഹോസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വെൽക്കം ടു സർവൈവിങ് ദ പാസ്റ്റ്, എ പോഡ്കാസ്റ്റ് where we explore the stories of those who live through history's most challenging times. ഈ ഒരു എപ്പിസോഡിലൂടെ ചരിത്രത്തിൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് അതിനെ അതിജീവിച്ച ആളുകളുടെ കഥകളാണ് നമ്മൾ പറയുന്നത്. ഐ എം യുവർ ഹോസ്റ്റ് മൈക്കൽ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മൈക്കൽ. ഇന്ന് വി ഹാവ് ദ ഇൻക്രെഡിബിൾ വാഡിസ്ലാവ് സ്പിൽമൻ, renowned Polish pianist and composer who survived the Nazi occupation of Warsaw during World War II. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്തനായ പോളിഷ് പിയാനിസ്റ്റും കമ്പോസറുമായിട്ടുള്ള വാഡിസ്ലാവ് സ്പിൽമനാണ്. അദ്ദേഹം നാസി ഒക്യുപ്പേഷനെ, സൈന്യത്തെ പോലും അതിജീവിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് താങ്ക് യു ഫോർ ജോയിനിങ് അസ്, ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നന്ദി. സ്പിൽമൻ, താങ്ക് യു ഫോർ ഹാവിങ് മീ.
മൈക്കിൾ പറയുന്നു, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ വാർ. യുദ്ധസമയത്ത് നിങ്ങളുടെ അനുഭവം വെച്ച് നമുക്ക് തുടങ്ങാം. ക്യാൻ യു ഡിസ്ക്രൈബ് വാട്ട് ലൈഫ് വാസ് ലൈക്ക് ഇൻ വാർസ അണ്ടർ നാസി ഓക്യുപ്പേഷൻ? ആ നാസി സൈന്യത്തിൻ്റെ ഭരണകാലത്ത് എങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു വാഴ്സയിൽ ഉണ്ടായിരുന്നത്? സ്പിൽമൻ പറയുന്നു, ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. ശരിക്കും അതൊരു ദുസ്വപ്നം പോലെയായിരുന്നു. ആൻഡ് ദ സിറ്റി വാസ് ഡിസ്ട്രോയിഡ്. ആ സിറ്റി ഡിസ്ട്രോയിഡ് ആയിരുന്നു. ആൻഡ് വി ലിവ്ഡ് ഇൻ കോൺസ്റ്റൻറ്റ് ഫിയർ. പേടിയോടുകൂടിയായിരുന്നു അവരവിടെ ജീവിച്ചിരുന്നത്. ഐ ഹാഡ് ടു യൂസ് മൈ സ്കിൽസ് ടു സർവൈവ്, ഓഫൻ പ്ലേയിങ് ഇൻ സീക്രട്ട് കഫേസ് ഓർ ഹൈഡിങ് ടു അവോയ്ഡ് ഡിറ്റക്ഷൻ. ആരെങ്കിലും കണ്ടെത്തുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് പലയിടത്തായി ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ദെൻ മൈക്കിൾ പറയുന്നു, യുവർ സ്റ്റോറി വാസ് ഇമ്മോർട്ടലൈസ്ഡ് ഇൻ ദ ഫിലിം ദ പിയാനിസ്റ്റ്. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു സീ യുവർ ലൈഫ് പോർട്രൈഡ് ഓൺ സ്ക്രീൻ? നിങ്ങളുടെ ഈ ഒരു കഥ ഒരു ഫിലിമിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ എന്ത് ഫീലാണുള്ളത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് സറിയൽ. അത് അതിഭാവുകത്വം നിറഞ്ഞതാണ്. വൈൽ ഇറ്റ്സ് എ പവർഫുൾ റിമൈൻഡർ ഓഫ് വാട്ട് ഹാപ്പൻ. എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ പോലും സം സീൻസ് വർ ഫിക്ഷണലൈസ് ഫോർ ഡ്രമാറ്റിക് ഇഫക്റ്റ്. ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില സീനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. മൈക്കിൾ പറയുന്നു, മ്യൂസിക് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ യുവർ സർവൈവൽ. നിങ്ങളുടെ അതിജീവനത്തിൽ മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്യാൻ യു ഷെയർ ഹൗ ഇറ്റ് ഹെൽപ്പ് യു? അദ്ദേഹം പറയുന്നു, എങ്ങനെയാണ് മ്യൂസിക് നിങ്ങളെ സഹായിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. മ്യൂസിക് ഗേവ് മീ ഹോപ്പ് ആൻഡ് എ സെൻസ് ഓഫ് പർപ്പസ്. ഇദ്ദേഹം പറയുന്നു, മ്യൂസിക് എനിക്ക് പ്രതീക്ഷയും ഒരു ഉദ്ദേശ ലക്ഷ്യവും എനിക്ക് തന്നു. എവൻ ഇൻ ഹൈഡിങ്, ഒളിച്ചിരിക്കുന്ന സമയം പോലും പ്ലേയിങ് പിയാനോ റിമൈൻഡഡ് മീ ഓഫ് എ ലൈഫ് ബിയോണ്ട് വാർ. യുദ്ധത്തിന് പുറത്തുള്ള ഒരു ജീവിതത്തെ എന്നെ ഓർമ്മപ്പെടുത്തിയത് പിയാനോയാണ്. അപ്പോൾ മൈക്കിൾ പറയുന്നു, ദാറ്റ്സ് പവർഫുൾ. വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് അവർ ലിസണേഴ്സ്? എന്ത് സന്ദേശമാണ് നമ്മുടെ ലിസണേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്പിൽമൻ പറയുന്നു, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് റെസിലിയൻസ് ആൻഡ് ആർട്ട്. ഒരിക്കലും നിങ്ങൾ ഒരാളുടെ തിരിച്ചു വരാനുള്ള കഴിവിനെ, ഈ ആർട്ടിനെ, കലയെ ഒരിക്കലും നിങ്ങൾ വില കുറച്ച് കാണരുത്. ഈവൻ ഇൻ ഡാർക്ക്നെസ് ദർ ഇസ് ബ്യൂട്ടി. ഡാർക്ക്നെസ്സിൽ പോലും അതിനെന്തുണ്ട്, സൗന്ദര്യമുണ്ട്. ദെൻ മൈക്കൽ, താങ്ക് യു മിസ് സ്പിൽമൻ ഫോർ ഷെയറിങ് യു സ്റ്റോറി വിത്ത് us ടുഡേ. അദ്ദേഹത്തോട് നന്ദി പറയുന്നു. സ്പിൽമൻ താങ്ക് യു തിരിച്ചു പറയുന്നു. ദെൻ അവസാനമായിട്ട്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. That is why Spillman story is a testament to the human spirit strength. Join us next time for more stories of survival and resilience. Okay, then last അവസാനം വേണമെങ്കിൽ അവിടെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് മൈക്കിൾ ഫ്രം പോളിഷ് റേഡിയോ എന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. Here the third question. In the attic highlights the human experience of displacement and survival in times of war and persecution. Read this post which appeared on social media on the occasion of World Refugee Day. ലോക അഭയാർത്ഥി ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പോസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. അതിലിങ്ങനെ പറയുന്നു, ദ ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസ് ഇസ് വൺ ഓഫ് ഹ്യൂമാനിറ്റീസ് മോസ്റ്റ് പ്രസിംഗ് ഇഷ്യൂസ് വിത്ത് മില്യൺസ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂ ടു കോൺഫ്ലിക്റ്റ്, persecution, and natural disasters. According to the United Nations High Commissioner for Refugees, over 80 million people have been displaced worldwide in recent years, with nearly 26 million refugees seeking safety outside their country of origin. Refugees have to face an uncertain future and are usually denied basic necessities such as food, shelter, and healthcare. In this context, concerns regarding the policies of various countries and the distribution of humanitarian aid are among the world's most pressing issues today. ഈ ഒരു ബോക്സിനകത്ത് പ്രധാനമായും അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു യുദ്ധം മൂലം അവരനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, യുദ്ധം മൂലം എന്ന് മാത്രമല്ല, ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലം അവർ എത്രത്തോളം ആളുകൾ അഭയാർത്ഥികളായിട്ട് മാറുന്നു, അവർ എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും പലപ്പോഴും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. ഇത് വായിച്ചതിന് ശേഷം താഴെ നമുക്ക് കാണാം, ലെറ്റ്സ് നൗ പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ റെഫ്യൂജീസ് ഓഫ് വാർ ഇൻ ദ പ്രസൻറ്റ് ടൈം. റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. സോ ഈ റൈറ്റപ്പിനകത്ത് എന്ത് പറയുന്നു എന്ന കാര്യം നമുക്ക് നോക്കാം. ദ പ്ലൈറ്റ് ഓഫ് വാർ റെഫ്യൂജീസ്
ചലഞ്ചസ് ഇൻ ദ പ്രസൻറ്റ് ടൈം. അതായത് യുദ്ധ അഭയാർത്ഥികളുടെ ജീവിതം, അവരുടെ ആ ഒരു അവസ്ഥ പ്രസൻറ്റ് ടൈമിലെ വലിയൊരു ചലഞ്ചാണ് എന്നൊരു ടൈറ്റിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് റീഡ്. വാർ റെഫ്യൂജീസ് ഫേസ് അൺഇമാജിനബിൾ ഹാർഡ്ഷിപ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രോമ. നമുക്ക് ചിന്തിക്കാനാവുന്നതിലും വലിയ ബുദ്ധിമുട്ടുകളാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ട്രോമയാണ്, യാതനകളാണ് അവർ അനുഭവിക്കുന്നത്, ഈ യുദ്ധത്തിൽപ്പെടുന്ന അഭയാർത്ഥികൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദ ഓൺഗോയിങ് ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസ് ഹൈലൈറ്റ്സ് ദ urgent നീഡ് ഫോർ സപ്പോർട്ട് ആൻഡ് സൊല്യൂഷൻസ്. നടന്നുകൊണ്ടിരിക്കുന്ന ആഗോള അഭയാർത്ഥി പ്രതിസന്ധികൾ എല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ സപ്പോർട്ടിനും സൊല്യൂഷൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ഏർജൻറ്റ് നീഡാണ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ലീവ്സ് റെഫ്യൂജീസ് വിതൗട്ട് ഹോംസ്. നിർബന്ധിതമായി അവരെ വീടും അവരുടെ നാടും മാറ്റുന്ന സമയത്ത്, അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജീസിന് അവരുടെ വീട് നഷ്ടപ്പെടുന്നു, അവരുടെ ലിവ്ലിഹുഡ്സ്, അവരുടെ ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെടുന്നു. ആൻഡ് ഓഫൺ ഫാമിലീസ്, ചില സമയത്ത് അവരുടെ ഫാമിലീനെ തന്നെ അവർക്ക് നഷ്ടമാവുന്നു. ഇൻഅഡിക്വേറ്റ് ഷെൽട്ടർ എക്സ്പോസസ് ദം ടു ഹെൽത്ത് റിസ്ക്സ്. ഐ മീൻ മതിയായ ഷെൽട്ടർ ഇല്ല, മതിയായ കാര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് പലപ്പോഴും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുന്നു. വൈൽഡ് ഫുഡ് ആൻഡ് വാട്ടർ സ്കാസിറ്റി മേക്ക് സർവൈവൽ എ ഡെയിലി സ്ട്രഗിൾ. മതിയായ ഭക്ഷണവും വെള്ളവും ഇല്ല എന്നുള്ളത് അവരുടെ ഡെയിലി ലൈഫിനെ പോലും ഒരു സ്ട്രഗ്ലിംഗ് ഒന്നാക്കി മാറ്റുന്നു എന്ന് പറയുകയാണ്. ദ ട്രോമ ഓഫ് വാർ ലിങ്കേഴ്സ് വിത്ത് മെനി റെഫ്യൂജീസ് എക്സ്പീരിയൻസിങ് പോസ്റ്റ് വാർ സ്ട്രോക്ക് ഡിസോർഡർ. അതായത് ഈ വാർ റെഫ്യൂജീസിൽ കൂടുതൽ ആളുകളും പോസ്റ്റ് വാർ സ്ട്രെസ് ഡിസോർഡർ അനുഭവിക്കുന്നതാണ്. അതായത് യുദ്ധശേഷം അവർക്കുണ്ടായേക്കാവുന്ന മാനസികമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതിനകത്ത് ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ പെടും. ലിമിറ്റഡ് ആക്സസ് ടു മെഡിക്കൽ കെയർ എക്സാസബേറ്റ്സ് ദിയർ സഫറിങ്. ശരിക്കും ഈ മെഡിക്കൽ കെയറിലേക്കുള്ള ലിമിറ്റഡ് ആക്സസ് അവരുടെ ഈ ഒരു പരിതാപകരമായ അവസ്ഥയെ എന്ത് ചെയ്യുന്നു, എക്സാസബേറ്റ് ചെയ്യുന്നു, അതിനെ കൂട്ടുന്നു എന്നുള്ള കാര്യം പറയുകയാണ്. ആൻഡ് ദ അൺസെർട്ടനിറ്റി ഓഫ് ദിയർ ഫ്യൂച്ചർ ലീവ്സ് ദം ലിവിങ് ഇൻ ലിംബോ. മാത്രമല്ല അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു അൺസെർട്ടനിറ്റി, ഒരു വ്യക്തതയില്ലായ്മ അവരെ ഒരു നരകതുല്യമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ദ ലോസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ലിവ്ലിഹുഡ് മേക്സ് റീബിൽഡിംഗ് ദിയർ ലിവ്സ് ഇവൻ മോർ ഡോണ്ടിങ്. അവരുടെ ജീവിതമാർഗവും വ്യക്തിത്വവും എല്ലാം തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ മുന്നിൽ ഈ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അത് മാറുന്നു എന്ന് പറയുകയാണ്. റെഫ്യൂജീസ് ഓൾസോ ഫേസ് അഡീഷണൽ ചാലഞ്ചസ്. ഇത് മാത്രമല്ല വേറെയും ചലഞ്ചുകൾ ഈ അഭയാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് സെനോഫോബിയ, ഈ വിദേശികളായ ആളുകളോടുള്ള ഭയം, ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഈ വിവേചനം. ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലിലേക്കുമുള്ള നിയന്ത്രിതമായിട്ടുള്ള പ്രവേശനം. സെപ്പറേഷൻ ഫ്രം ഫാമിലീസ്, കുടുംബങ്ങളിൽ നിന്നുള്ള സെപ്പറേഷൻ. ആൻഡ് ദ റിസ്ക് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വയലൻസ്. ദീസ് ഒബ്സ്റ്റാക്കിൾസ് ഹിൻഡർ ദിയർ അബിലിറ്റി ടു സ്റ്റാർട്ട് anew. To address these issues, humanitarian aid is crucial, providing essential support like food, shelter and medical care. ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് മെഡിക്കൽ കെയറും ഷെൽട്ടർ, ഫുഡ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത്, ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമേറിയ ഒന്നാണ്. ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഈസ് ഓൾസോ വൈറ്റൽ, എൻകറേജിങ് ഗ്ലോബൽ കൊലാബറേഷൻ ടു ടാക്കിൾ റെഫ്യൂജി ക്രൈസിസ്. ഈ അഭയാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു ഗ്ലോബൽ കൊലാബറേഷൻ നടത്തലൊക്കെ, ഒരു ഇൻ്റർനാഷണൽ കോപ്പറേഷൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സസ്റ്റൈനബിൾ സെറ്റിൽമെൻറ്റ് പ്രോഗ്രാംസ് ക്യാൻ ഹെൽപ്പ് റെഫ്യൂജീസ് റീബിൽഡ് ദിയർ ലിവ്സ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള റീസെറ്റിൽമെൻറ്റുകളാണ് ഇവരുടെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗം. വൈൽ അഡ്വക്കസി ആൻഡ് അവയർനെസ് ഓഫ് എഫേർട്സ് പ്രൊമോട്ട് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അഭയാർത്ഥികൾക്കായി വേറെ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് എംപതിയും അണ്ടർസ്റ്റാൻഡിങ്ങിനെയുമാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, പെർമനൻ്റായി അവരെ റീസെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു ഹെൽപ്പായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ബൈ അക്നോളജിങ് ദ സ്ട്രഗിൾസ് ഓഫ് വാർ റെഫ്യൂജീസ് ആൻഡ് വർക്കിംഗ് ടുഗെദർ ടു അഡ്രസ് ദിയർ നീഡ്സ്, വി ക്യാൻ സ്ട്രൈവ് ടുവേർഡ്സ് എ മോർ കമ്പാഷനേറ്റ് ആൻഡ് ഇക്വിറ്റബിൾ വേൾഡ്. അവസാനം നല്ലൊരു ലോകത്തിനു വേണ്ടി, സഹാനുഭൂതിയോടുകൂടിയുള്ള, സമത്വത്തോടു കൂടിയുള്ള ഒരു ലോകത്തിനു വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ഒരു റൈറ്റപ്പ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ദ റൈറ്റപ്പ്. അപ്പോൾ ഇതുപോലെ സിനണിമസ് ആയിട്ടുള്ള ഈ റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത്രയാണ് പ്രധാനമായും ഈ ഒരു യൂണിറ്റിനകത്ത്
ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കഴിഞ്ഞ് അടുത്ത പേജിനകത്ത് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ആ ഗെറ്റോയിലുണ്ടായിരുന്ന ഒരു അഭയാർത്ഥി, ഐ മീൻ ഇമോഷെ എന്ന് പറയുന്ന ആളുടെ മകൾക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു ലെറ്ററിൻ്റെ ഒരു ഫോമാറ്റ് അവിടെയുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എത്ര കണ്ട് ഈ യുദ്ധത്തിന് ശേഷം എത്ര കണ്ട് ബുദ്ധിമുട്ടിലാകുന്നുണ്ട് അവരുടെ ജീവിതം, എത്ര ദുരിതപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്കവിടെ ഉണ്ടാവും. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. സോ സി യു in another video. Till then, bye. Thank you. It's me signing off. Asi Causes.